നമ്മളിപ്പോ ജീനിക്കാമൂല ഗുഹ കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വലിയൊരു മല. മല എന്ന് പറയാൻ പറ്റുമോ ഇതിനെ? പാറയാ? എന്തുവാ? അവിടെ ആറുണ്ടല്ലേ? ഇവിടെ നോക്കി ചോലേന്റെ ഒച്ച കേൾക്കുന്നുണ്ട് വെള്ളത്തിന്റെ. പോവാ. അയ്യോ, അതൊരു 1.5 മലയാ. എന്തുവാ ഇത്? അറിയില്ല. എന്നൊക്കെ അവിടെ വെള്ളത്തിന്റെ കളകളാ സൗണ്ട് കേൾക്കുന്നു. പക്ഷെ കാടിനകത്ത് നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല. അപ്പൊ അതിന്റെ താഴോട്ട് എന്തോരം ഉണ്ടാവൂല്ലേ? എന്നൊക്കെ പോകി സുന്ദരി പോ. ഹായ്, ഇക്കവളെ എടുത്ത് ഇപ്പച്ചെടുക്കും. ഇവിടെ ഇതിന്റെ ഓപ്പോസിറ്റും പാറകൾ തന്നെ കേട്ടോ. അത് വല്ലാത്തൊരു ഏരിയ ആണ്. വെള്ളത്തിന്റെ പൈപ്പ് ആയിരിക്കും ഇതിൽ പോകുന്നുണ്ട്. അത് കണ്ടോ ഈ മല? ഈ മലയുടെ ഒരു ഇത് കണ്ടിട്ടാട്ടോ നമ്മൾ ഇങ്ങോട്ട് ആദ്യം ഓടിയത്, ഗുഹ കാണാതെ. വൈക്കേ മോള് ഇവിടെ ഉണ്ട്. ബാ, അവൾ ഉറങ്ങിക്കോട്ടെ, മുണ്ടല്ലേ. ബാ, ഇനി അവിടെയാണ് നമ്മുടെ ഗുഹയുള്ളത്. ചുമ്മാ ഒന്ന് പോയി നോക്കാം. ഇവിടെ ആൾക്കാർ കേറുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. വടം കെട്ടിയത് നോക്കിയാ മലമുകളിൽ കയറാൻ. ഓ, ഇവിടെ കെട്ടിയിട്ടേക്ക് പിടിച്ചു കയറാനായിരിക്കും. അതെ, അങ്ങോട്ട് കെട്ടിയിട്ടിട്ടുണ്ട്. ആൾക്കാരെപ്പോഴും വരുന്നടോ. ആൾക്കാരെന്ന് പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധരാ. കുപ്പി കാണാം. കുപ്പിയും പ്ലാസ്റ്റിക്കും ഒക്കെ കൊണ്ടുവന്ന് നശിപ്പിക്കുക ഇവിടേക്ക്. ചീനിക്കാം. അതറിയില്ല. വാ, ഇതിന്റെ വഴി പാറ വഴിയാണേ, പാറ വഴി. നമ്മുടെ ബിവറേജസിന്റെ കുപ്പിയേ ഉള്ളൂ എല്ലായിടത്തും. കണ്ടോ? എന്നാ കുടിക്കുന്നവർ വന്ന് കുടിച്ചോട്ടെ. കുപ്പി അങ്ങ് എടുത്തോണ്ട് പോകൂടെ? അതും ഇവിടെ കളഞ്ഞിട്ട് പോകും. ബലം പിടിക്കില്ല, ബലം പിടിക്കില്ല. പാറ വഴിയാണേ, നോക്കണേ. പാറ വഴി അതില് കേറല്ലേ? താഴെ കൂടെ തന്നെ നടക്ക്. ഞാനിവിടെ കേറിയെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് നടക്കാനുള്ള വഴി ഉണ്ടാക്കി തന്നതാ. ഇതോ? ഓ, പണ്ട് നീ ഇവിടെ ആയിരിക്കും ജനിച്ചു വീണാന്ന്. മതി. ഞാൻ പണ്ട് കാണാറുള്ളേ. നമുക്ക് അതിന്റെ ഉള്ളിൽ പോ. നല്ല തണുപ്പ്. ഇക്ക വരുന്നോ? നോക്കി കയറണം. അതൊന്നുമില്ല. പൊന്നടക്ക് പോന്നാ. ഇതിലേക്ക് എപ്പോഴും ആള് വരുന്നത്. കേറണോട്ടോ, അങ്ങോട്ട് വീഴല്ലേ. സ്ലോപ്പ് കയറി വരുന്ന. ആ കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ടിരിക്കുന്നവിടെ. വല്ല പാമ്പെന്തേലും മതി. ഇത്രയൊക്കെ മതി. തെന്നി വീഴും. മതി, അവിടം വരെ മതി. കുറച്ച് കാണുന്നുണ്ടല്ലേ? അറ്റം കാണായിക്ക. അവിടെ ചെറിയൊരു വെട്ടം കാണാം നമുക്ക്. ഇത് കട്ട് ചെയ്ത് മാറ്റിയത് പോലെ ഉണ്ടല്ലേ മണ്ട? കട്ട് ചെയ്ത് മാറ്റിയത് പോലെ. അങ്ങനെ ഓരോ പീസ് പോയിട്ട് അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട്. മണ്ട ഇങ്ങോട്ട് ഇടിഞ്ഞു കുത്തിയതായിരിക്കും അല്ലേ? ഇങ്ങോട്ട് വായിക്കാം. ഇച്ചിരി കൂടി വന്നു കഴിഞ്ഞാൽ എത്തും. അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങിയാലും എത്തും. താഴോട്ട് ഇറങ്ങ്. നീ വലത്തെ കൈ കൊണ്ട് തൊട്ട് നോക്ക്. അതിന്റെ ഇപ്പുറത്ത് കുറച്ചുകൂടി മാറി ഹൈറ്റ് പോക്കി. ചക്കരപ്പാറ പോലെ. വെള്ളം വരുമ്പോഴേ വെള്ളത്തിന്റെ ഓരോ പീസ്. എന്തായാലും നമ്മള് ഗുഹയിൽ വന്നു. ഇതാണ് ഗുഹ. അവിടെ ആ മൂലയിൽ ഇങ്ങനെ ഇച്ചിരി വെട്ടം കാണാട്ടോ. ചീനിക്കാമൂല ഗുഹ.
വീഴല്ലേട്ടേക്ക എങ്ങനെയുണ്ട് പോന്നെ പാറയ്ക്കുള്ളിൽ ഇവിടെ താമസിക്കാം വേണ്ടേ പേടിയാണ് പാമ്പൊന്നും അങ്ങനെ വല്ലാതെ ഒന്നും വരുമൊന്നും ഉണ്ടാവില്ല ഈ കരറിയില് ഇതെല്ലാം ഇനിയും അടർന്നു പോകാൻ എന്തോരം ചാൻസ് ഉണ്ട്. അടുത്ത മഴയ്ക്ക് അടുത്ത മഴയ്ക്കൊന്നും വരത്തില്ല പറയാൻ പറ്റില്ല. എന്നാലും പോവും. മഴ വന്നിട്ട് പോയതാണിത്. ഓരോ പീസ് ഇളകി വന്നത്. ഗുഹ ഇതെല്ലാം ഓരോ ലെയറാണ് കണ്ടോ. ഉണ്ട് ഒത്തിരി അവിടെ നിന്ന് ഇങ്ങനെ വെട്ടി വെട്ടി ഓരോ ലെയറുകളാണ്. അങ്ങനെ വീഴുന്ന ഉരുളങ്കല്ലുകളായിരിക്കും ഇതൊക്കെ. കണ്ടോ അതേന്ന് വീണിട്ടുള്ള അവിടെയൊക്കെ ഉണ്ട് ഈ വീണ കല്ലെല്ലാം. മഴവെള്ളം വീണ് കുത്തി ഒലിച്ചിട്ടേ ഇതിനകത്ത് നിൽക്കുന്ന പോലെ മഴക്കാലത്ത് ഭയങ്കര ശബ്ദമായിരിക്കും. അതല്ലേ ഇവിടെ കണ്ടോ ഒഴുകി അതിലിങ്ങോട്ട് ഒഴുകിയിട്ട് ഇവിടെ കണ്ടോ ആയത് കുത്തി വീണ സ്ഥലം കണ്ടോ. കണ്ടു അങ്ങനെ ചീനിക്കാമൂല ഗുഹ. ഇങ്ങോട്ടേക്കാ ഇങ്ങോട്ട് പോരാ. അത് അങ്ങോട്ട് മേളിലോട്ട് കുത്തനെ കയറ്റോ. നല്ലോണം ഉണ്ട് അത്യാവശ്യം. വീഴാതെ ഇറങ്ങണേ. വീഴല്ലേട്ടക്ക എവിടെയെങ്കിലും തലയടിച്ചാ പോയി. കൈത ഇങ്ങോട്ട് വരണം വലത്തോട്ട് ഇങ്ങനെ ഇടത്തോട്ട്. അങ്ങനെ എളുപ്പമല്ലേ ഇവിടെ. പതിയെ ചെരിഞ്ഞിങ് ഇറങ്ങിക്കത്. അല്ല അവിടെ ഇറങ്ങണ്ട ഇങ്ങോട്ട് ചെരിഞ്ഞു വാ. ചെരിഞ്ഞു നടക്ക്. എത്തി. അതിലേ ഇറങ്ങണ്ട. ഇച്ചിരി കൂടി മുന്നോട്ട് വന്നാൽ നന്നായിട്ട് ഇറങ്ങാം. ഓക്കെ കഴിഞ്ഞു. നീ ഇങ്ങോട്ട് നേരെ പോന്നാ മതി. പാറ അപ്പുറം ഇപ്പുറം ഉള്ളതുകൊണ്ടാ. മണ്ണിലോ റോഡിലോ വീണാ അത്രയും പറ്റില്ല. അങ്ങോട്ട് പോലെ വലത്തോട്ട് പോലെ വലിയ കുത്തനെ നിൽക്കുന്ന പാറയെ. ഇതിലങ്ങനെ പതിയെ പോയി വെച്ച് പോട്ടെ. റൈറ്റ് സൈഡിൽ ഒരു വലിയ പാറയുണ്ട്. അതിലിടിക്കരുത്. വെച്ച് പിടിക്ക. ഇങ്ങനെയുള്ള വഴി കൂടിയൊക്കെ നടന്നിട്ടേ കാലും ഇതൊക്കെ ഒന്ന് ഇതായി വരണം. പതി കൂടെ തന്നെ നടന്ന ഇച്ചിരി ഇടത്. ഇതാണ് നമ്മുടെ ഗുഹ. വണ്ടി വരും. ആ മല ഒരു മല തന്നെ കേട്ടോ. ഭയങ്കര മഹാസംഭവമായിപ്പോയി. ഞാൻ കണ്ടു അവിടെ വടം കെട്ടിയിട്ടത്. അതൊന്ന് നോക്കി. അതിന്റെ മണ്ട നോക്കി. ഇതാണ് നമ്മുടെ ഗുഹയുടെ മണ്ട. അയ്യോ വലിയ പാറക്കെട്ട്. അതിന്റെ മണ്ടേന്ന് ഊർന്നു വന്നതായിരിക്കാം അവിടെ ആ കെട്ടി കുടുക്കി കിടക്കുന്നൊക്കെ. കണ്ടോ ദേ ഇവിടോട്ട് അടർന്നു വീണിട്ടുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കാം ഇതൊക്കെ കഷ്ണമായി കിടക്കുന്നു. ഇതൊരു അപകടമല്ലേ ഇതിന്റെ ഇവിടെയൊക്കെ താമസിക്കുന്നത്. പക്ഷെ ഇവിടെയൊന്നും വീടില്ലെന്ന് തോന്നുന്നു. വീട് താഴ്ഭാഗത്തുണ്ട്. ഇവിടെ കയറുക. എവിടേക്ക് ഇല്ലല്ലോ പോരുത് കേട്ടോ. വടി വെച്ച് നോക്കണം. കേറും. അപ്പൊ ഗുഹയും കണ്ടു. നമ്മളിനി പോവാ. ഇക്ക വീടല്ലേ.